20 തവണ ഇന്ത്യൻ ആർമിയുടെ തോക്കിൻ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട 2 വർഷത്തോളമായി നമ്മുടെ മണ്ണിൽ ഒളിച്ചു കഴിഞ്ഞ ജെയ്ഷെ ഭീകരനായ സെയ്ഫുള്ള ഉൾപ്പെടെ 3 പാക് ഭീകരരെ ലക്ഷ്യം വെച്ചുള്ള നീക്കം. അതിന് കാവലാളായി നായകനായി ജർമ്മൻ ഷെപ്പേഡിനുമായ ടൈസൺ. കിഷ്ത്വാറിലെ ദുർഘടം പിടിച്ച ഛാത്രൂ മേഖലയിലെ മലഞ്ചെരുവിൽ പ്രത്യേക ഗർത്തമുണ്ടാക്കി ഒളിച്ചിരിക്കുന്ന ജെയ്ഷെ ഭീകരരെ ലക്ഷ്യം വെച്ചുള്ള സേനയുടെ നീക്കം. ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ടൈസൺ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സേന മലമുകളിലേക്ക് നീങ്ങി. സൈന്യവും CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായുള്ള ഓപ്പറേഷൻ ത്രാഷ് മണ്ണിനെ ചുക്കാൻ പിടിച്ച് വഴികാട്ടിയായി ടൈസൺ മുന്നേ പാഞ്ഞു. സേനാ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഭീകരർ ഉതിർത്ത വെടിയുണ്ട തുളഞ്ഞു കയറിയത് ടൈസൺ എന്ന കേണയൻ സ്ക്വാഡ് അംഗത്തിന്റെ കാലിൽ. എന്നാൽ അവൻ തളർന്നില്ല. ടൈസന്റെ വേഗത ഒട്ടും കുറഞ്ഞില്ല. വീണ്ടും മുന്നോട്ട്. ഇതോടെ ഭീകരരുടെ സങ്കേതം ഇന്ത്യൻ സൈന്യം കൃത്യമായി കണ്ടെത്തി. 2 AK-47 തോക്കടക്കം വൻ ആയുധ ശേഖരവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. പരിക്കേറ്റ ടൈസണുമായി ഹെലികോപ്റ്റർ ആശുപത്രിയിലേക്ക്. സുഖം പ്രാപിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. ഇത്തവണ ടൈസന്റെ സഹായത്തോടെ ഭീകരരെ വധിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് ഛാത്രൂ നിവാസികളും. 2024 ഒക്ടോബറിലുണ്ടായ സമാനമായൊരു ദൗത്യത്തിൽ ഫാന്റം എന്ന ബെൽജിയൻ മാലിനോയിസിന് തന്റെ സംഘത്തെ രക്ഷിക്കുന്നതിനിടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിരുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പരിശീലനം ലഭിച്ച കരസേനാ നായ്ക്കളുടെ നിർണായക പങ്ക് ഒരിക്കൽ കൂടി ടൈസന്റെ ധൈര്യത്തിലൂടെ അടിവരയിടുകയാണ്. രാജ്യത്തിന്റെ അഭിമാനമേ, ബിഗ്